ബസ് യാത്രയും ട്രെയിൻ യാത്രയും രണ്ട് ലോകങ്ങൾ. യാത്രകൾ എപ്പോഴും മനസ്സിന് ഒരു ഉണർവ് നൽകുന്ന ഒന്നാണ്. ഓരോ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാനാണെങ്കിൽ പോലും ബസ്സിലുള്ള യാത്രയും ട്രെയിനിലുള്ള യാത്രയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഓരോ യാത്രയും നമുക്ക് നൽകുന്നത് വ്യത്യസ്തമായ കാഴ്ചകളും അനുഭവങ്ങളുമാണ്. ബസ് യാത്ര ഒരു ഗ്രാമചിത്രം പോലെയാണ്. റോഡിലുള്ള യാത്രയിൽ നമ്മൾ പുറത്തെ കാഴ്ചകളോട് കൂടുതൽ എടുക്കുന്നു. യാത്രക്കിടയിൽ നഗരങ്ങളിലെ തിരക്കുകൾ, ഗ്രാമങ്ങളിലെ ശാന്തമായ കാഴ്ചകൾ, വഴിയോരത്തെ കടകൾ, ആളുകളുടെ ദൈനംദിന ജീവിതം എന്നിവയെല്ലാം വളരെ അടുത്തറിയാൻ കാണാനും കഴിയും. ചെറിയ ടൗണുകളിലേക്കും ഉൾപ്രദേശങ്ങളിലേക്കും ബസ്സുകൾ എളുപ്പത്തിൽ എത്താൻ കഴിയും. ഇത് കൂടുതൽ സൗകര്യപ്രദവും ഉള്ളവയാക്കുന്നു. വളവുകളും തിരിവുകളുമുള്ള അതിൻ്റെ കുലുക്കങ്ങളും ഹോണടിയും ഓരോ സ്റ്റോപ്പിലെ ഓട്ടവും ഇതെല്ലാം ബസ് യാത്രയുടെ ഭാഗമാണ്. ചിലപ്പോൾ അത് അല്പം അസുഖകരമായേക്കാം, പ്രത്യേകിച്ച് ദീർഘദൂര യാത്രകളിൽ. ബസ്സിലെ അടുത്തടുത്ത് ഇരിപ്പിടങ്ങൾ പലപ്പോഴും സഹയാത്രികരുമായി വേഗത്തിൽ സംഭാഷണങ്ങൾക്ക് വഴി തുറക്കാൻ സാധിക്കുന്നുണ്ട്. ട്രെയിൻ യാത്ര ഒരു നീണ്ട ചലച്ചിത്രം പോലെയാണ്. റെയിൽ പാളത്തിലൂടെയുള്ള യാത്ര കാഴ്ചകൾക്ക് ഒരു പ്രത്യേക താളവും വേഗതയും നൽകുന്നു. ബസ്സുകളെ അപേക്ഷിച്ച് ട്രെയിനുകളിൽ കൂടുതൽ ഇടമുണ്ട്. നമുക്ക് നടക്കാനും കൈകാലുകൾ നിവർക്കാനും യാത്രയിൽ കിടന്നിറങ്ങാനും സാധിക്കും. ദീർഘദൂര യാത്രകൾക്ക് ഇത് വളരെ അനുയോജ്യകരമാണ്. ജനലിലൂടെ നോക്കുമ്പോൾ കുന്നുകൾ, പുഴകൾ, പാടങ്ങൾ, തുരങ്കങ്ങൾ എന്നിവയെല്ലാം അതിവേഗത്തിൽ കടന്നു പോകുന്നത് കാണാം. ഈ വിശാലമായ കാഴ്ച മനസ്സിന് കുളിർമ നൽകുന്നുണ്ട്. ട്രെയിനുകളിൽ യാത്രകൾക്ക് ഭക്ഷണം വാങ്ങാനും ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉപയോഗിക്കാനും സാധിക്കുന്നുണ്ട്. ഇത് സുഖകരമായ യാത്രാനുഭവം നൽകുന്നു. ഏത് യാത്രയാണ് മികച്ചത് എന്നത് യാത്രക്കാരൻ്റെ ആവശ്യങ്ങളെയും ലക്ഷ്യസ്ഥാനത്തെയും ആശ്രയിച്ചിരിക്കുന്നു.